ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണല്ലോ മലയാള സിനിമയും അതിനോട് അനുബന്ധിച്ചുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ. അപ്പം ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ പോകുന്നത്. അത് എൻ്റെ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടതോ വിഷയങ്ങളോ ഉള്ളതുകൊണ്ട് എനിക്ക് ചില ന്യൂസുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് എൻ്റേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് മലയാള സിനിമ. അതിൽ ജനങ്ങൾക്ക്, കാഴ്ചക്കാരന്, കേൾവിക്കാരന് ഏറ്റവും അധികം ഇഷ്ടമുള്ള രീതിയിലോ അല്ലെങ്കിൽ അനിഷ്ടമുണ്ടാക്കിയാലും ശരി, അവൻ്റെ ഇഷ്ടപ്പെട്ട പല താരങ്ങളെയൊക്കെ അവൻ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കാര്യപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന്. എന്നാൽ ഒരു സത്യം അതല്ല, ഇതും മുന്നേയും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീക്കിലികൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണം ഉണ്ടായത് സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ ഇത് സിനിമയെക്കുറിച്ച് മാത്രം ഉള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഏറ്റവും അധികം ഇഷ്ടം അതാണ്. നമുക്കിഷ്ടമുള്ളൊരു ഫീൽ. പലരും സിനിമയിൽ വന്നതിന് ഇത്രയും പബ്ലിസിറ്റി കിട്ടുന്നതുകൊണ്ടാണ്. ഇപ്പം ഞാൻ മുന്നേ എവിടെയോ വെച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു സുഹൃത്തായിരുന്ന പരേതനായ ഋഷഭാവ് എന്നോട് പറഞ്ഞിരുന്നു, ഇത്രയും സാലറിയും ഇത്രയും പബ്ലിസിറ്റിയും കിട്ടുന്ന വേറെ ഏത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ അതിന് പോകുമായിരുന്നു സിനിമ വിട്ടിട്ട്. കാരണം സിനിമ മോശമായതുകൊണ്ടല്ല അദ്ദേഹത്തിന്, അതിൻ്റെ ത്യാഗങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഒരു സിനിമ കഴിഞ്ഞ് 2 സിനിമ കഴിഞ്ഞ് അടുത്ത് കുറച്ച് ഗ്യാപ്പ് വന്നാൽ ഉള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാമാണ് അതിന് കാരണം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കാരണം അതിൻ്റെ പബ്ലിസിറ്റിയാണ്, വേറെ ഒന്നിലും കിട്ടാത്ത പബ്ലിസിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പീഡന കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ദിവസം. ഏത് ഫീൽഡിലാണ് ഇതില്ലാത്തത്? സ്കൂൾ അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കഥകൾ കേൾക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാരൻ്റെ നാണം കെട്ട കഥകൾ കേൾക്കുന്നുണ്ട്. ഇതിലൊന്നും ഇല്ലാത്ത ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും ഫ്രണ്ട് പേജ് നിറഞ്ഞു നിൽക്കുന്നത് സിനിമയ്ക്ക് ജനങ്ങൾ കൊടുക്കുന്ന അംഗീകാരമാണ്. പിന്നെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം പലരും തുറന്നു പറയുന്നുണ്ട് 12 വർഷം കഴിഞ്ഞും 13 വർഷം കഴിഞ്ഞുമൊക്കെ. പൂർണ്ണമായും ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ പറയുന്നില്ല. കാരണം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ആ ആർട്ടിസ്റ്റ് വരുന്ന സമയത്ത് ഇത് പറയാനുള്ള ഭയമുണ്ടായിരുന്നു, തുറന്നു പറയാനുള്ള ഭയമുണ്ടായിട്ടുണ്ട്. പിന്നെ അവർക്ക് ഈ ഫീൽഡിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില തിക്താനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ സെറ്റിൽ നിന്ന് പോയാൽ മറ്റൊരു സെറ്റിൽ കയറിക്കൂടാം, എന്നാലും ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ള ധാരണ കൊണ്ട് പലരും ഉപദേശിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്, നീ പുറത്താരോടും പറയണ്ട എന്നൊക്കെ. അങ്ങനെയുള്ള കാരണം കൊണ്ട് അത് സംഭവിക്കാം. അപ്പോൾ അതാണ് ഒരു കാരണം. ഇന്നതല്ല, ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരികയും പലർക്കും ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടാവുകയും ചെയ്യും. ഒരാൾ പറയാൻ തുടങ്ങിയപ്പോൾ പലരും പറയാൻ തുടങ്ങി. പക്ഷേ എനിക്കത് പൂർണ്ണമായും ശരിയാണെന്ന് തോന്നുന്നില്ല. ഒരു പ്രശ്നം, എൻ്റെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ, ഒരു പ്രശ്നമുണ്ടായാൽ അപ്പം പറയണം. 35 കൊല്ലം മുന്നിലുള്ള ഇപ്പം പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് തെറ്റ് തന്നെയാണ്, അതിന് വേണ്ട ശിക്ഷ നടപടികൾ കിട്ടിയും വേണം, വേണ്ടെന്ന് പറയുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ 1993 മുതൽ മലയാള സിനിമയിലുള്ള ഒരാളാണ്. 4 പടം ചെയ്തു. അപ്പോൾ അന്നു മുതലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അന്നും എല്ലാ പ്രശ്നങ്ങളും അന്ന് ഇന്നത്തേലും കൂടുതൽ നല്ല ഒട്ടും കുറവൊന്നുമില്ല. പക്ഷെ അന്ന് ആരും തുറന്ന് പറയാൻ മടിക്കുകയായിരുന്നു. അന്ന് പറഞ്ഞ ചിലർ ഫീൽഡിൽ നിന്ന് ഔട്ടായിപ്പോയ സംഭവങ്ങളും എനിക്കറിയാം. ഇതിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അന്ന് മുതലുള്ള പല വില്ലന്മാരും ഇപ്പം പുറത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലെ യഥാർത്ഥ വില്ലന്മാരിൽ കുറച്ച് പേരൊക്കെ നമ്മൾ പരാമർശിക്കുന്നുള്ളൂ, ബാക്കി എത്രയോ കിടക്കുകയാണ്. അവിടെ എന്തുകൊണ്ട് അവരെ പുറത്ത് വരുന്നില്ല? ഞങ്ങളൊക്കെ ഇപ്പം ഞാനിത് കേട്ട സമയത്ത് എനിക്ക് തോന്നിയ ചില പേരുകളുണ്ട്. ഇന്നയാൾ എന്തുകൊണ്ട് പുറത്ത് വന്നില്ല? നമുക്ക് അനുഭവമുള്ള ഒരുപാട് കേട്ടും കണ്ടും. ഇപ്പോൾ ഒരു നടി ഒരിക്കൽ കരഞ്ഞുകൊണ്ട്, ആ നടിയുടെ അമ്മയും എൻ്റെ റൂമിൽ, കോഴിക്കോട് ഷൂട്ടിംഗ്, എൻ്റെ റൂമിന് മുട്ടുന്നു രാത്രി. ഇന്നത്തെ മാതിരി മൊബൈൽ ഫോണൊന്നുമില്ല, തുറന്നു നോക്കുമ്പോൾ ഒരു നടിയാണ്. ആ നടിയുടെ അമ്മയുണ്ട്, സാറേ എനിക്ക് കുറച്ച് സമയം ഇവിടെ നിൽക്കണം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പം എന്നോട് പറഞ്ഞു, ഒരു നടൻ, ഇന്നത്തെ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്, അദ്ദേഹം നിരന്തരം ശല്യം ചെയ്യുന്നു, അവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല, ചവിട്ടിപ്പൊളിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്, എന്നാൽ നല്ല വെള്ളത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സമയം ആ കുട്ടിയുടെ അമ്മയും എൻ്റെ റൂമിലായിരുന്നു. ഇത് ആളെ പറയാൻ എനിക്ക് താല്പര്യമില്ല, കാരണം രണ്ടുപേരും ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. ഈ നടി ഇപ്പം കേരളത്തിലേ ഇല്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നടനാണെങ്കിൽ ഇവിടെ അറിയപ്പെടുന്ന ഒരാളുമാണ്, അയാൾ ഇതുവരെ കേസിലൊന്നും വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെയ്ത സിനിമയുടെ എല്ലാ സെറ്റിലും തന്നെ ഞാൻ കൃത്യമായിട്ട് തലേന്ന് നാളെയാണ് ഷൂട്ടിംഗ് വെച്ചാൽ ഇന്ന് ഒരു മീറ്റിംഗ് വിളിച്ച് രാത്രി മിക്കവാറും എല്ലാ ടെക്നീഷ്യൻസൊക്കെ കൂടിയിരുന്ന് ഞാൻ പറയാറുണ്ട്, എൻ്റെ സെറ്റിൽ ഒരു പെൺകുട്ടിയുടെയും കണ്ണീര് വീഴാൻ പാടില്ല. ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് പോയത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ പല ആർട്ടിസ്റ്റുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇത്രയും ദിവസം ഇവിടെ വർക്ക് ചെയ്തിട്ട് അറിയുന്ന പോലും ഇല്ല എന്ന്. ഇപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് സിനിമയിൽ എൻ്റെ വൈഫിൻ്റെ കൈ പിടിച്ചാൽ കാൽ തൊട്ട് വണങ്ങി ഹാപ്പി ആയിട്ടാണ് ഒരു കുട്ടി പറഞ്ഞത്, ഇങ്ങനെ ഒരു സെറ്റിന് ഞങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ നല്ല നടികളാണ്. അപ്പോൾ അതാണ് നമ്മളെങ്ങനെയാണ് അവരോട് നമ്മൾ പെരുമാറുന്നത്, അതിനനുസരിച്ച് അവർ നമ്മളോട് പെരുമാറുന്നുള്ള എൻ്റെ അനുഭവമാണത്. പിന്നെ ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ, സിനിമയിൽ ഉള്ള ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ പുതിയതായി ഇപ്പം വന്നു വെളിപ്പെടുത്തി ചിലർ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ അവർ വിളിച്ചു ചോദിക്കും, ഓ സിനിമ ഇങ്ങനെയൊക്കെയാണല്ലേ. സിനിമ ഇങ്ങനെ അല്ലാത്ത ഏത് സമയം ഉണ്ടായത്? ഇപ്പോൾ സിനിമയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സിനിമയുടെ കഥ പറഞ്ഞിട്ട് ശ്രീ KG ജോർജ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, എത്ര മനോഹരമായിട്ട് സിനിമയുടെ കഥകൾ പറഞ്ഞത്. ഇഷ്ടം പോലെ അങ്ങനത്തെ വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. തിരക്കഥ തന്നെ അങ്ങനത്തെ ഒരു വർക്കല്ലേ. അപ്പോൾ സിനിമയ്ക്കുള്ളിലെ സംഭവങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്താ, എൻ്റെ വ്യക്തിപരം, ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ്. അപ്പം ഒരു തെറ്റ് ചെയ്യുന്ന ഒരാൾ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ആ പാപം അനുഭവിച്ച് തീർക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിൽ മറ്റൊന്നുണ്ട്, ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങളിൽ എനിക്ക് വിയോജിപ്പുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് പേർ പരസ്പരം അവരിഷ്ടപ്പെട്ട് എന്ത് ചെയ്താലും അതിലൊരു തെറ്റില്ല, അത് ഈ കാലഘട്ടത്തിൽ അംഗീകരിക്കാം. പക്ഷേ ഇഷ്ടമില്ലാതെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുമ്പോഴാണ് തെറ്റ്. അത് തെറ്റും ശരിയും തമ്മിലുള്ള വ്യത്യാസം. അതാരും പിന്നെ ഒന്നും എഴുതി ഉണ്ടാക്കിയ സംഭവങ്ങളൊന്നുമല്ല തെറ്റേത് ശരിയേത് എന്നുള്ളത്. തെറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് അയാളെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് തെറ്റാണ്. പക്ഷേ ചില സാഹചര്യത്തിൽ അവർ, ഇപ്പോൾ എൻ്റെ ഈ ലാസ്റ്റ് പടത്തിൽ അഭിനയിക്കാൻ വന്നൊരു കുട്ടി വേറൊരു സെറ്റിൽ നിന്നാണ് വന്നത്. ഇതൊക്കെ ഞെട്ടിക്കുന്ന കഥകളാണ്, ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ടത്. ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് എന്നോട് 2-3 ദിവസം എൻ്റെ സെറ്റിൽ ഇരുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി ഈ സെറ്റിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, വീട്ടിൽ പെരുമാറുന്ന മാതിരി പെരുമാറാമെന്ന്. അപ്പോൾ തൊട്ട മുന്നിലത്തെ അവർ ചെയ്ത വർക്കിൽ നിന്നും അവർ ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് എന്നോട് സംസാരിച്ചു. ഞാനും എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കൂടി ഇരിക്കുന്ന സമയത്താണ് അവിടുത്തെ തിക്താനുഭവങ്ങൾ പറയുന്നത് കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അവരാണെങ്കിൽ 2-3 കുട്ടികളുണ്ട്, അവരെ സംരക്ഷിക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. അപ്പം ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നൊരു ഫീൽഡ്, പിന്നെ അഭിനയിക്കാൻ താല്പര്യമാണ്, അങ്ങനെ വന്നു പെട്ടതാണ്. ആ കുട്ടിയുടെയൊക്കെ പാപം ഏത് ഗംഗയിൽ കുളിച്ചാലും കഴുകി ക്ലിയറാക്കാൻ പറ്റില്ല. അങ്ങനെ എത്രയോ പേര് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയുന്നത് തന്നെയുണ്ട്. നമ്മളെയൊക്കെ വളരെയധികം ഗുരുസ്ഥാനീയനായി കാണുന്ന വ്യക്തികളിൽ നിന്നൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ തിമിംഗലങ്ങൾ ഉള്ളിലുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി അഭിപ്രായം പറയാത്തവരൊക്കെ ഇത്തരം വേദികളിലൂടെ, ഇപ്പോൾ ശാരദ കമ്മിറ്റിക്ക് മുന്നാകെ പറഞ്ഞല്ലോ ഞങ്ങളെ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വന്ന ഇന്ന് നടക്കുന്ന ഒരുപാട് ഉന്നതന്മാരായ വ്യക്തികൾക്ക് അനുഭവം ഇല്ലായിട്ടല്ലത്, ചിലർക്കുണ്ടാവില്ല, എല്ലാവർക്കൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഉള്ളവർ പലരും പല വലിയ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു. അപ്പം ആ എത്തിക്കഴിഞ്ഞ് അവരിത് പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ത്യാഗം സഹിച്ചതിനുള്ള സംഭവങ്ങൾ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. എന്നാൽ എവിടെ എത്താതെ പോയ ചില വ്യക്തികളുണ്ട്. പല കാര്യത്തിനും അന്നൊക്കെ കൂട്ടുന്നു, പക്ഷേ എവിടെ എത്തിയില്ല. അവരിൽ ചിലർ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എവിടെ എത്തിയതുമില്ല, ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാവാം, ഒരു പക്ഷേ ആവാം എന്നേ ഞാൻ പറയുന്നത്. പിന്നെ ചില ചാനൽ, ഇപ്പം ഞാനിത് നോക്കാറേയില്ല, ചിലർ വിളിച്ച് പറയുന്ന ഓരോ കാര്യം കേൾക്കുമ്പോൾ ഇതൊരു ഫാഷനാണോ എന്ന് പോലെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എല്ലാവരും അല്ലട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. പിന്നെ സിനിമയിൽ ത്യാഗമില്ലാത്ത ഏത് കാലത്താണ് ഉള്ളത്? പണ്ട് കാലത്ത് ഇന്നത്തെ നമ്മൾ മലയാള സിനിമയിൽ ഇനി ഒരാൾക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുമെന്ന് പറയില്ല, അത്രയും ഉന്നത നിലയിൽ എത്തിപ്പെട്ട വ്യക്തികൾ ഡ്രസ്സ് മാറാൻ വഴിയില്ലായിട്ട് ഒരു തുണി പിടിച്ചിട്ട് 4 ആൾ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ തുണി പിടിക്കുന്നവൻ അങ്ങോട്ട് നോക്കില്ല. അത് ഒരു പ്രത്യേക രസതന്ത്രമാണത്. അവിടെ നമ്മൾ ആ വീട്ടിലെത്തി അല്ലെങ്കിൽ ആ സെറ്റിൽ എത്തിപ്പെടുമ്പോൾ അത് അവൻ്റെ വീടാണ്. അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ അസിസ്റ്റൻ്റൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരം അനുഭവങ്ങൾ നേരിൽ കാണാൻ ഇട വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സഹോദരി മാറുകയാണ് അവർ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമ്പം ചില വ്യക്തികൾക്കത് കിട്ടുന്നു, ചിലർക്കത് കിട്ടുന്നില്ല. ഇന്ന് ഒന്നും അല്ലാത്ത നടി നാളെ ഉന്നത നിലയിലെത്തി അവരും ഇതൊക്കെ തന്നെ സംഭവിക്കും. അത് ഇന്നും ഇന്നലെ ഉണ്ടായ സംഭവങ്ങളൊന്നുമല്ല. പിന്നെ അതുപോലെ കണ്ട ഒരു പരാമർശമുണ്ട് റെമ്യൂണറേഷൻ്റെ കാര്യം. ചില ആണുങ്ങൾക്ക് മാത്രമേ കാശ് കൂടുതലുള്ളൂ, സ്ത്രീകൾക്കില്ല എന്ന്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, മലയാള സിനിമയിൽ എത്ര നടികളെ കണ്ടിട്ടാണ് ഇവിടെ പ്രേക്ഷകൻ കാണാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നില്ല. പഴയ കാലത്തുള്ള ഇപ്പം ഒരു മഞ്ജു വാര്യർ അങ്ങനെയുള്ള ചില ആർട്ടിസ്റ്റുകളുടെ ഒക്കെ നല്ലൊരു ശതമാനം ആൾക്കാർ ചില മഞ്ജു വാര്യർ ഒന്ന് കാണാമെന്ന് വിചാരിച്ചൊക്കെ പോകുന്നുണ്ടാവും. അല്ലാതെ 99%
നടന്മാരെ വെച്ചുകൊണ്ട് തന്നെയാണ് മലയാള സിനിമ ഓടുന്നത്, ഒരു സംശയം. അല്ലെങ്കിൽ ഡയറക്ടറാണോ പെണ്ണോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. എത്ര മോശം സിനിമകൾ പൊട്ടിയാലും പരാജയപ്പെട്ടാലും ചില സ്റ്റാറുകളുടെ പ്രതീക്ഷ അർപ്പിച്ച് അതിന് പോകുന്നവരുണ്ടാവും. അതുപോലെ എനിക്ക് കിട്ടണമെന്ന് പറയുന്നത് എന്താ, ആ പറയുന്ന വ്യക്തികളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന എല്ലാവർക്കും ഒരേ കൂലിയാണ് അവർ കൊടുക്കാറ്. ഒരു വീടിന് തറ കെട്ടുന്നു, മേസ്ത്രിക്ക് കൊടുക്കുന്ന പൈസ ചുമടെടുക്കുന്നവന് കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ സിനിമയ്ക്ക് മാത്രം എത്ര പ്രത്യേകത? ഓരോരുത്തരും അവരവർ ചെയ്യുന്ന വർക്കിനനുസരിച്ചാണ് കൂലി കൊടുക്കുക. അപ്പോൾ തൊഴിലിടം ക്ലീൻ, അത് അവനവൻ്റെ സ്വഭാവമാണ്. ഇപ്പോൾ ചില നടികൾ തുറന്നു നമ്മൾ നിൽക്കുന്നതിനനുസരിച്ചാണ്. ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 93 മുതലുള്ള എൻ്റെ അനുഭവം വെച്ച് പറയാനുള്ള ചില വ്യക്തികളോട് നമുക്ക് സ്വന്തം പെങ്ങളെപ്പോലെ പെരുമാറാൻ തോന്നിപ്പോവും. അങ്ങനെ പെരുമാറുന്നുണ്ട്. എന്നാൽ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇതിന് എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമയിൽ വന്നത് തന്നെ സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിനാണെന്ന്. എനിക്കതിന് വലിയ താല്പര്യമാണ്. അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അയാൾക്ക് അതിന് നിന്നു കൊടുക്കുന്നവനല്ലേ, നമ്മൾ അതിൽ പങ്കാളിയല്ലേ. അങ്ങനെ എല്ലാം ഏതെങ്കിലും ഒരു സംഭവത്തിൽ മാത്രം സ്പർശിച്ചുകൊണ്ട്, പിന്നെ പുതിയ ചാനൽ യുഗമാണല്ലോ ഇത്, യൂട്യൂബർമാരും ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും ചാടി പുറപ്പെട്ട് അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതിൻ്റെ സത്യാവസ്ഥ എത്രയുണ്ട് എന്നൊന്നറിയാം. ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറയാം. ഒരു ആർട്ടിസ്റ്റ്, ഞാൻ ഫസ്റ്റ് പടം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ, ഞാൻ മുന്നേ പറഞ്ഞോന്ന് എനിക്കറിയില്ല, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഒരു നടൻ്റെ റൂമിലിരുന്നു കൊണ്ട് ഒരു ബഷീറിനെക്കുറിച്ചുള്ള യഥാർത്ഥത്തിൽ ബഷീറിൻ്റെ കാര്യങ്ങൾ കാണുകയാണ്. ഞാനും കുറേ ആർട്ടിസ്റ്റുകളും ഒരു ക്യാമറമാനും എല്ലാം ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ് അതിലൊരു നടി അവിടുന്ന് ഇറങ്ങിപ്പോയി. കണ്ടത് മതി എന്നുള്ള, കാരണം ഇത് ഡോക്യുമെൻ്ററി പോലുള്ളതായതുകൊണ്ട് കാണാൻ വിഷമായിരുന്നു. ബഷീറിൻ്റെ ചലനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയും ചെയ്ത്. പക്ഷേ പിറ്റേന്ന് ഞാൻ അറിഞ്ഞതെന്താ വെച്ചാൽ, ചില ആൾക്കാരൊന്ന് പറഞ്ഞു, ഇന്ന നടി ഇന്നലെ ഇന്ന നടൻ്റെ റൂമിലായിരുന്നു. സത്യത്തിൽ അവിടെ ഞാനും ക്യാമറമാനും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. ആ നടി നേരത്തെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് കാണുന്നവർ അത് വെച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയുക എന്നുള്ളതാണ് ഒരു രീതി. അതാണ് പിന്നീട് കോടതി കയറേണ്ടി വരുന്നത്. നേരെ മറിച്ച് കൃത്യമായ തെളിവുള്ളൊരു കാര്യം പറയണം. അത് 25 കൊല്ലമായാലും 30 കൊല്ലമായാലും പറയട്ടെ, അതിനെ കോടതിയിൽ നേരിടട്ടെ. അത് വേണ്ടെന്ന് ആരും പറയുന്നില്ല. സ്വമനസ്സാരെ അല്ലാതെ ചെയ്യുന്ന എല്ലാ കൃത്യങ്ങളും പീഡനം തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല കാര്യത്തിൽ. അതോടൊപ്പം ഇവിടെ നടികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ യൂണിയൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും യൂണിയനുകളൊക്കെ ഉന്നതന്മാരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ യൂണിയനായിട്ട് ഇരിക്കുന്നത്. അതല്ലെങ്കിൽ അവർക്ക് ഇപ്പം ഒരു സൂപ്പർ താരം ഉള്ളൊരു സിനിമയ്ക്ക് കിട്ടുന്ന ആ ഒരു പ്രത്യേകത മറ്റുള്ള സിനിമയ്ക്ക് കിട്ടുന്നില്ല. ഒരു ഓണം പടം എത്ര നല്ല പടമായാലും നമുക്ക് അനുഭവിച്ചാണ് ഇതൊക്കെ. സൂപ്പർ താരത്തിൻ്റെ പടം കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടൂ. അതുപോലെ തന്നെ ഡബ്ബിംഗ് തിയേറ്ററിൽ വരെ ഈ വിവേചനം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരിക്കൽ ഞാൻ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് സൈനുദ്ദീൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ തൊട്ട് തലോടി എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് അത്യാവശ്യമായിട്ടൊരു പരിപാടിക്ക് പോകണം, എൻ്റേതൊന്ന് വേറൊരു പടത്തിന് വേണ്ടിയാണ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അയാളുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മാറി ഒന്ന് കൊടുത്തു. പിറ്റേന്ന് അത് രാത്രി ഒരു പ്രമുഖ നടനായ മുകേഷ് വന്ന് പറഞ്ഞു, എന്നോടൊന്നും ചോദിച്ചൊന്നുമില്ല, തിയേറ്റർ ചിത്രാഞ്ജലി എന്ന് പറഞ്ഞു, അയാളുടെ മറ്റേ പടത്തിൻ്റെ എല്ലാം റീലൊക്കെ എടുത്തിടാനൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു, രാജേന്ദ്ര, അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, നിങ്ങൾ ചിലപ്പോൾ ഒന്ന് മാറിക്കൊടുക്കാൻ പറയും. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ ആര് പറഞ്ഞാലും ചെയ്യാനും പോകുന്നില്ല. അത് ചെറിയൊരു ഉടക്കുണ്ടാക്കി. ഇപ്പോൾ മുകേഷിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ അനുഭവം ഫസ്റ്റ് പടമായതുകൊണ്ട് ഞാൻ മാറിക്കൊടുത്തില്ല. അപ്പം എൻ്റെ ഒരു തിയറി എന്താ വെച്ചാൽ, ഏത് സൂപ്പർ സ്റ്റാറായാലും ആരായാലും ശരി, നമ്മളുടെ ശരിയായ മുന്നോട്ട് പോയാൽ നമ്മൾ ആരെയും ഭയക്കേണ്ട ആവശ്യം. അന്ന് എൻ്റെ ആദ്യ പടം, അതിന് ശേഷം ഞാൻ പടങ്ങളെടുത്തു. അപ്പോൾ അന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഇയാൾ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. മറക്കാതിരിക്കുന്നത് നല്ലത്, എൻ്റെ എന്താ പറയുക, ദൈവാനുഗ്രഹം എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതുപോലെ തിക്താനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയിൽ ഒരു വർക്ക് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകുന്ന സമയത്തെല്ലാം നമ്മൾ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനാണ് പതിവ്. അങ്ങനെയല്ലെങ്കിൽ ഇപ്പം വർക്ക് നടക്കില്ലല്ലോ. അപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും തീർച്ചയായിട്ടും പോലീസ് ഇടപെടണം. അത് എന്തിനാണ് ഗവൺമെൻറ് വരെ ഇത് മറച്ചു വെച്ചത്? ഇപ്പോൾ ചില പേജുകൾ മാറ്റിവെച്ച് എന്തിനാണ്? ഞാൻ മനസ്സിലാക്കുന്ന അതിൽ ഉന്നതന്മാരുണ്ട്, അല്ലെങ്കിൽ സിനിമാ രംഗത്തൊന്നും ഇല്ലാത്ത വ്യക്തികളുണ്ട്, സിനിമയ്ക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവരൊക്കെ സമൂഹത്തിൽ ഉന്നതന്മാരാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഉന്നതന്മാരാണ്. ആ പേജ് കൂടെ പുറത്ത് വിടണം. അവർക്ക് എങ്ങനെ ഉന്നതനായി? അവർ ചെയ്യുന്ന വർക്കുകൾക്ക് അവർക്ക് മറുവശമുണ്ടെന്ന് അറിയാൻ ജനങ്ങൾ അറിയട്ടെ. നമ്മൾ ഇതുവരെയും മുദ്രാവാക്യം വിളിച്ച് നടന്നവനും നമ്മളിതുവരെ ആരാധിച്ച് സ്വന്തം അച്ഛൻ്റെയും അമ്മേൻ്റെയും ഫോട്ടോ ഉള്ളിൽ വെക്കാത്തവരാണ് താരങ്ങളെ ഫോട്ടോ വെച്ച് നടക്കുന്നത്.
ഞാനവരെ മണ്ടന്മാരെന്നേ പറയുള്ളൂ. കാരണം അവർ അഭിനയിക്കുന്നു, അവർ കാശുണ്ടാക്കുന്നു, അവരെ കുടുംബത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്കെന്ത് ഗുണമുള്ളതിനെ കൊണ്ട്? അപ്പോൾ അവരെ അഭിനയത്തെ കാണുക, അത് സിനിമയാണെന്ന് മനസ്സിലാക്കുക. സാഹിത്യകാരന്മാർ എത്രയുണ്ട്, നല്ല രസകരമായിട്ട് എഴുതിയിട്ട് നമ്മളെ വല്ലാത്ത ലോകത്തേക്ക് എത്തിക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ വ്യക്തിജീവിതം നമുക്കറിയോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരാധന അതിര് കവിയുമ്പോഴുള്ള ഒരു പ്രശ്നമാണിത്. അതിനെ മുതലെടുക്കുക, ചൂഷണം ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്നിപ്പം കാരവാൻ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇതില്ലാത്ത കാലത്ത് അടുത്ത വീട്ടുകാരനെ മുട്ടി വിളിച്ചിട്ട് അവിടെ ഞങ്ങളെ ഒരു നടിയുണ്ട്, ഒന്ന് ബാത്റൂം പോയിക്കോട്ടെ എന്ന് ചോദിച്ച സംഭവങ്ങൾ എനിക്ക് എത്രയോ അനുഭവമുണ്ട്. അല്ലെങ്കിൽ സോമേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് ആദ്യം അടുത്ത വീടാണ് നോക്കുക. അടുത്ത വീട്ടിലേക്ക് ഒന്ന് അയാളേറ്റ് ഒന്ന് ലോക്യം പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാനിപ്പോൾ വരെ അവിടെ ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് എത്രയോ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പുതുമയുള്ളതൊന്നുമല്ല. പുതുമയുള്ളത് നമ്മൾ പറയുമ്പോഴാണ്, പറഞ്ഞ് പിന്നെ അതിനെ പുതുമയുള്ളതാക്കുകയാണ് ചെയ്യുന്നത്. പഴയത് തന്നെയാണ്. പക്ഷേ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് തീർച്ചയായും അറുതി വരുത്തണം. അവരും നമ്മളുടെ സഹോദരിമാരും സഹോദരന്മാരും ഭാര്യമാരും കാമുകിമാരും ഒക്കെ തന്നെയാണ് അവരും. അവർക്ക് വേറെ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇതിൽ തന്നെ നിൽക്കുന്നു. മറ്റ് ജോലികളില്ലേ, നമുക്ക് പറ്റില്ല എന്നുള്ളവർ എത്ര ആൾ ഫീൽഡ് വിട്ടുപോയിട്ടുണ്ട്. അതിൽ നിൽക്കുകയും വേണം. അതിനെ കുറ്റം പറയുമെന്നുള്ളത് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ കുറ്റം പറയുക എങ്ങനെ? കൃത്യമായിട്ട് പിറ്റേന്ന് തന്നെ പത്രസമ്മേളനം വിളിക്കട്ടെ, ചൂടുള്ള വാർത്തകൾ ഉണ്ടാവട്ടെ. അങ്ങനെയാണ് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴേണ്ടത്. അല്ല 13 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു ചാനലിൽ ഇങ്ങനെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നിർത്തിയത് കണ്ടുകൂടായിട്ട്. അവർ കഥ പറയാണ്. എന്ത് രസകരമായിട്ട് അവർ കഥ പറയുന്നത്. എങ്ങനെയൊക്കെ കഥ പറയേണ്ട സാധനമാണത്. അവർക്ക് സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടെ അവർ പരാതി കൊടുക്കട്ടെ. അങ്ങനെ ഇതൊന്ന് ക്ലീൻ ആവട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു തരാം, ക്ലീൻ ആവില്ല. അതിൻ്റെ കാരണം 2% പുറത്ത് വന്നിട്ടുള്ളൂ. ബാക്കി 98% അകത്തിരിക്കുകയാണ്. അതിൽ പലരും ഉപകരിച്ചവരുണ്ട്, പല ആർട്ടിസ്റ്റുകൾക്കും. അയാൾ ഇങ്ങനെയൊക്കെ ചെയ്താലും അയാൾ എനിക്ക് വേണ്ടി ഇന്ന ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് അങ്ങനെയല്ല. ഇത് പുറത്ത് പറയുന്നത് ഒരു ഹെൽപ്പും ഇല്ല, നമ്മളെ പീഡിപ്പിക്കുകയും ചെയ്യാമെന്നുള്ളത്. അതാണ് പുറത്ത് വരുന്ന നല്ലൊരു കേസ്. അല്ലാത്തത് ഉന്നതന്മാരുടെ പല കേസുകളും പറയാൻ തുടങ്ങിയാൽ ഇത് ചാനലുകാരനെ പോലും പൂട്ടിപ്പോവും. കാരണം എന്താ, അവന് അത്രയും കേൾക്കാനുണ്ടാവും. അങ്ങനത്തെ എത്രയോ അനുഭവങ്ങളുണ്ട്. ഇപ്പം നമ്മളൊക്കെ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് പലരും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പുറത്ത് പറയാൻ അവർക്ക് താല്പര്യമില്ല. നമ്മൾ തമാശയോടുകൂടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ കഥകളുണ്ട്. അവർക്കതിൽ പരാതിയില്ല. അപ്പം 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈഗോ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പുരുഷന്മാർക്ക് കിട്ടുന്ന അത്ര സാലറി ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ പോസ്റ്ററിൽ നിങ്ങളെ ഫോട്ടോ കണ്ടിട്ട് എത്ര പേര് ആ സിനിമയ്ക്ക് വരും നിങ്ങളും സ്വയം പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായി സിംഗിൾ കഥാപാത്രങ്ങളുള്ള നിങ്ങളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്, ഇനിയും വരാൻ തയ്യാറാണ്. എൻ്റെ മനസ്സിലുണ്ട് സ്ത്രീ കഥാപാത്രത്തിന് ഏറ്റവും നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് സിനിമ എടുക്കാൻ. പിന്നെ അതൊന്നും പറ്റാതെ വരുന്നത് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ലക്ഷങ്ങളും കോടികളും കൊടുക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അത് നമുക്ക് അങ്ങനത്തെ പടം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നല്ല ഒരു വർക്ക് കിട്ടിയാൽ അതിനോട് സഹകരിക്കാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ ഒരാളും ഒരു വിധത്തിൽ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിഞ്ഞിട്ടുമുണ്ട്.